അന്താരാഷ്ട്ര തലത്തിലെ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ. തീർച്ചയായിട്ടും ഇന്ന് യമൻ എന്ന് പറയുന്ന രാജ്യം നമുക്കെല്ലാം ചിരപരിചിതമാണ്. സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ യമനിൽ നമ്മുടെ സന്നായിൽ, യമൻ്റെ തലസ്ഥാനമായ സന്നായിലെ ജയിൽ തടവറയിൽ നിമിഷ പ്രിയ കിടക്കുകയാണ്. 7 വർഷമായി അവർ തടവറയിലാണ്. അപ്പോൾ അതുകൊണ്ട് യമൻ എന്ന രാജ്യം ഇന്നിപ്പോൾ എല്ലാവർക്കും ചിരപരിചിതമാണ്. എന്നാൽ അത് 2 ഗോത്രവർഗങ്ങളായി പിരിഞ്ഞുകൊണ്ട് അവർ അവിടെ വലിയ തോതിൽ സംഘർഷത്തിലാണ്. അതിൽ ഹൂതി എന്ന വിഭാഗം എന്ന് പറയുന്ന വിമതർ വിഭാഗമുണ്ട്, ഹൂതിയുടെ ഒറിജിനൽ വിഭാഗമുണ്ട്. ഹൂതി വിമതരുടെ 750 ടൺ മിസൈലുകൾ ഇപ്പോൾ യമൻ പ്രവാസി സർക്കാരിൻ്റെ പോരാളികൾ പിടിച്ചെടുത്തു. അവർക്കിത് കൊടുത്തത് ഇറാനാണ്. അപ്പോൾ ഇറാൻ ഇത് ഈ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം മാത്രമല്ല, അത്യാവശ്യം ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇറാനിന് കൊടുപ്പോൾ ഹൂതിക്കാർക്ക് കിട്ടിയ 750 ടൺ മിസൈലുകളാണ് അവിടുത്തെ പ്രവാസി സർക്കാരിൻ്റെ പോരാളികൾ പിടിച്ചെടുത്തത്. 2014 ഇതുപോലെ യമൻ തലസ്ഥാനമായ സൈനിൽ വെച്ചിട്ട് ഹൂതികൾ കൊണ്ടുവന്ന മിസൈലുകൾ അമേരിക്കയും പാശ്ചാത്യ ഏജൻസികളും പിടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ യമന്റെ അന്തരിച്ചു പോയ അലി അബ്ദുല്ല സാലിഹിന്റെ, പരമാധികാരിയായിരുന്ന അലി അബ്ദുല്ല സാലിഹിന്റെ അനന്തരവനായിട്ടുള്ള താരിഖ് സാലിഹുമായി സഖ്യം ചേർന്നിട്ടുള്ള നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ്, നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് NRF ആണ് ഇപ്പോൾ ഇത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലാണ് യമനിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇങ്ങനെയുള്ള വിമത പ്രവർത്തനങ്ങളും മത തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും നടക്കുന്നത് കൂടി കൊണ്ടാണ് നമുക്ക് നിമിഷപ്രിയമാരുടെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നത്. കാര്യം പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് മതപണ്ഡിതന്മാരാണ്, ഗോത്രവർഗ തലവന്മാരാണ്. അത് തന്നെ ഒരു നിയതമായ നിയമങ്ങളുള്ളതല്ല. പരമ്പരാഗതമായി വളരെ പഴഞ്ചൻ നിയമങ്ങളുമായിട്ടാണ് അവർ കാലാനുസൃതമായി ഒരു മാറ്റവും വരുത്തുന്നില്ല. മുസ്ലിം രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ കാലാനുസൃതമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കാലാനുസൃതമായി മുന്നോട്ട് പോകുന്നില്ല. ഭരണഘടന ഇല്ല, ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ നിയതമായ നിയമങ്ങളില്ല. അവിടെ ഹൂതി വിഭാഗം എന്ന് പറയുന്ന ഒരു തീവ്രവാദ വിഭാഗമുണ്ട്. അതിനെ എതിർക്കുന്ന വിമതന്മാരുടെ ഒരു ഹൂതി വിഭാഗമുണ്ട്. ഇവർക്കെല്ലാം വെള്ളവും വളവും ആയുധവും പണവും ആൾക്കാരെയും പരിശീലനവും എല്ലാം ഇറാൻ പോലുള്ള രാജ്യങ്ങൾ, തുർക്കി പോലുള്ള രാജ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി വലിയ സംഘർഷമാണ് അവിടെ നടക്കുന്നത്. ഒരു കൃത്യമായ ഒരു ഭരണഘടനയുണ്ടോ, അതുപോലെ അംബാസഡർ ഉണ്ടോ, നയതന്ത്ര തലമുണ്ടോ എന്നൊക്കെ ഉള്ളത് വലിയ വിഷയമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യക്കൊക്കെ കൃത്യമായി ഇടപെടാൻ കഴിയുന്നത്. അല്ലാതെ നയതന്ത്ര ബന്ധം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു സംവിധാനമൊന്നുമില്ല. കാരണം വായിൽ വരുന്ന കോതയ്ക്ക് പാട്ട് എന്നുള്ള നിലയിൽ കാട്ടുരാജാവിന്റെ നിയമങ്ങളാണ് അവിടെ ഉള്ളത്. അവരവിടെ ഗോത്രവർഗ്ഗങ്ങളാണ്. അവിടുത്തെ ആളുകൾ ഈ പറഞ്ഞതുപോലെ മതത്തിന്റെ പേരിൽ വിവിധ ഗ്രൂപ്പുകളായി നിൽക്കുന്നു. ഹൂതിയുടെ ഒറിജിനൽ വിഭാഗം, ഹൂതിയുടെ പിന്നെ ഭിന്നച്ച വിഭാഗം, വിമത വിഭാഗം, ഇങ്ങനെ 4-5 കഷ്ണങ്ങളായി നിൽക്കുന്നു. ഇവരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഒരു ജനതയെ, ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കുവാൻ, രാഷ്ട്രത്തെ പിടിച്ചെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇറാൻ പോലുള്ള പുറത്തുള്ള രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ സംഭാവന കൊടുക്കുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നു, ആയുധം കൊടുക്കുന്നു, മിസൈലുകൾ കൊടുക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്. എന്തായാലും ഇപ്പോൾ കൊടുത്തിട്ടുള്ള 750 ടൺ മിസൈലുകൾ അവിടുത്തെ പ്രവാസി സർക്കാർ പോരാളികൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കേട്ടത്. തീർച്ചയായിട്ടും അത് ഒരു നല്ല കാര്യം. കാര്യം ഈ വിമതകാര കയ്യിലും കൂടി ഇത് കിട്ടിയാൽ അവിടെ വീണ്ടും ആയുധം കൊണ്ട് പോരാടും. എല്ലാ ആയുധ പോരാട്ടങ്ങളിലും മരിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാതാകുന്നത് സാധാരണക്കാരും കുട്ടികളും സ്ത്രീകളും ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു നടപടി ഒരു ആശ്വാസകരമായി തോന്നുന്നു. പക്ഷെ അപ്പോഴും ഒരു കാര്യം ലോകത്ത് നിൽക്കുന്നു, ഇറാനെ പോലുള്ള രാജ്യങ്ങൾ ഇങ്ങനെ മിസൈലുകൾ ഉണ്ടാക്കിയും വാങ്ങിയും ഒക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇറാനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരം പ്രവർത്തികളെ കാണാതെ പോകാമോ? നമ്മളിവിടെ കുറച്ച് ആളുകൾ ഇസ്രായേലിനെയും കുറച്ച് ആളുകൾ ഇറാനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇത് കാണാതെ പോകുന്നുണ്ടോ? ഈ പ്രവർത്തനങ്ങൾ കൂടി കാണാതെ പോകുന്നുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൂടി കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയതമായ നിയമങ്ങളോ അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുകളോ നയതന്ത്ര ബന്ധങ്ങളോ നയതന്ത്ര തലമോ ഒന്നുമില്ലാത്തൊരു സംവിധാനത്തിലാണ് അവിടെയും കുറേ ജനങ്ങൾ ജീവിക്കുന്നത്. എത്ര സുന്ദരമായിട്ടാണ് ഭരണഘടനയുടെയൊക്കെ തണലിൽ ഇന്ത്യയിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും പാഴ്സിയും സിഖുകാരും എല്ലാം വളരെ മനോഹരമായിട്ട് കഴിയുമ്പോഴാണ്, സർവതന്ത്ര സ്വതന്ത്രരായി കഴിയുമ്പോഴാണ് ഇതുപോലുള്ള രാജ്യങ്ങളും ലോകത്തുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ യമനിൽ നിന്ന് വരുന്ന വാർത്ത അത്ര മനോഹരമല്ല, സുന്ദരമല്ല. അതിനിടയിലാണ് നമ്മുടെ ഒരു നാട്ടുകാരിയും കൂടി അവിടെ ചെന്ന് ജയിലിൽ പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
വിമതന്മാർക്ക് ലഭിച്ചിട്ടുള്ള മിസൈലുകൾ 750 ടണ്ണോളം വരുന്ന മിസൈലുകൾ എന്തായാലും അവിടുത്തെ പ്രവാസി സർക്കാർ പിടിച്ചെടുത്തു. നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സിന്റെ സഹായത്താൽ അത് പിടിച്ചെടുത്തു എന്ന് കേൾക്കുന്നത് ചെറിയ വാർത്തയല്ല. വീണ്ടും ഈ മിസൈൽ ആക്രമണം ആ രാജ്യത്ത് ഉണ്ടാകാതിരിക്കാൻ തമ്മിലടിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനം. അവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന രീതിയാണ് കാണുന്നത്. അത് തീർച്ചയായും ഒഴിവാക്കാൻ കഴിയും അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താൻ ഇത്തരം ഈ മിസൈലുകളെയൊക്കെ പിടിച്ചെടുക്കലിലും നശിപ്പിക്കലിലൂടെ കഴിയുമെന്നാണ് കരുതുന്നത്. എന്തായാലും മറ്റൊരു ശുഭവാർത്തയായി ഇതിനെ നമുക്ക് കാണാം.